സത്യം പറയല്ല, ഈ അക്ബർ, ആര്യന്, രണ, അതേമാതിരി അപ്പാനി, ഇവരുടെ ഈ ഗ്രൂപ്പ് എനിക്ക് യാതൊരു താല്പര്യമില്ല. ഒരുമാതിരി ഒരു വൃത്തികെട്ട ഗ്രൂപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് അതിലുള്ള രണക്ക നല്ല താപ്പ് നോക്കി നിൽക്കുകയാണ്. വെറുതെ പോയിട്ടാണ് രണന്റെ കളികളോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പില്ല. ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബിഗ് ബോസ് റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ്. പക്ഷേ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ ഫ്ലോറിലില്ല. ലാലേട്ടൻ US പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പ്രൈവറ്റ് റൂമിലിരുന്നാണ് കണ്ടസ്റ്റൻസുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ബാക്കി കാണിക്കുന്നുണ്ട്. ജയിൽ ടാസ്ക്, ജയിലിൽ നമ്മുടെ അനുമോളും അനീഷും കാണിക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം അവർ ഹാളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ അക്ബറും ആര്യനും നിവിനൊക്കെ അപ്പായിനോട് പറയുന്നുണ്ട്, നീ ഒരു ക്യാപ്റ്റൻ അല്ലേ, ക്യാപ്റ്റൻ ആകുമ്പോൾ ഒരു അധികാരം കാര്യങ്ങളൊക്കെ അല്ലേ. എന്താ ഒരു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ജയിലിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ആരും ഒന്നും കൊണ്ടാൻ പാടില്ല, പേഴ്സണൽ സാധനങ്ങളൊന്നും കൊണ്ടാൻ പാടില്ല. അതിൻ്റെ ഉള്ളിലെ വസ്തുക്കൾ ഉപയോഗിക്കുക, ജയിലിലെ ടാസ്ക് ചെയ്യുക, ഇറങ്ങിപ്പോരുക, അതാണ് സംഭവം. പക്ഷേ അനു ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അനുവിൻ്റെ ടെഡി ബിയർ ഉണ്ടല്ലോ, അതെറ്റാണ് പോയിട്ടുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ട് അപ്പാനി വിലക്കിയില്ല, അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയൊരു സംഭാഷണം. അത് കഴിഞ്ഞിട്ടുള്ള സീന് നമ്മുടെ ഈ ടെഡി ബിയറിനെ നമ്മുടെ ആര്യനെടുത്ത് തൂക്കിക്കൊല്ലുന്ന സീനാണ്. അതിൽ നിവിനും പങ്കാളിയാവുന്നുണ്ട്. മാക്സിമം അനുവിനെ ടാർഗറ്റ് ചെയ്യുക, അനുവിനെ ട്രിഗർ ചെയ്യുക. അതാണ് കുറച്ച് ഫാമിലി മെമ്പേഴ്സിന്റെ കുറച്ച് കാലങ്ങളായിട്ടുള്ള, കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ലക്ഷ്യം. അതന്നെയാണ് ഇവിടെ തുടരുന്നത്. അനുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് ട്രിഗർ ചെയ്യുക. പക്ഷെ അനു ചെയ്യുന്നതോ, അനുത് കാണുമ്പോഴൊക്കെ കരയുക ചെയ്യുക. എന്നിട്ട് അനു ഇത് കണ്ടിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അനുവിന് എത്തുന്നില്ല. അനീഷ് പോയി അത് എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനു ഇരുന്ന് കരയുന്നുണ്ട്. എന്തിനാ അനു ഈ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇങ്ങനെ കരയുന്നത്? അതുകൊണ്ടല്ലേ ഇവർ ഈ സീരിയൽ സ്റ്റാർ, അഭിനേത്രി, ഇങ്ങനെ അഭിനയിക്കുന്ന നാടക നടി എന്നൊക്കെ വിളിക്കുന്നത്. പിന്നെ ഈ ടെഡിയുമായിട്ടുള്ള ഇങ്ങനെ ഒരു സംഭാഷണം, അതിനടുത്ത് നടക്കലൊക്കെ മുൻ സീസണിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അനു ആ ഒരു ഗെയിം സ്ട്രാറ്റജി ഉപയോഗിക്കേണ്ട, ഫ്ലോപ്പ് ആവുകയുള്ളൂ. പിന്നെ അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ ഫാമിലി മെമ്പേഴ്സുമായിട്ട് കണ്ടുമുട്ടുകയാണ്. വിദേശത്ത് നിന്നും US അദ്ദേഹം ഉള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഇന്ന് ഭയങ്കര രോക്ഷാകുലനാണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ പ്രോമോ വീഡിയോ കണ്ട് ആര്യനിട്ട് പൊരിച്ചിരുന്നു. അതിൻ്റെ തുടർക്കഥ എന്നോളം ആദ്യം തന്നെ ലാലേട്ടൻ വന്ന് പറയുന്നുണ്ട്, എനിക്ക് ഇതിലൊന്നും വരാൻ താല്പര്യമില്ലെന്ന്, ഞാൻ എങ്ങനെയെങ്കിലും പോകാമെന്ന് കരുതിയതാണ്, പക്ഷേ ഏറ്റെടുത്ത് പോയല്ലോ, അതുകൊണ്ട് ഒരു താല്പര്യമില്ലാതെ വന്നാണെന്ന് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ ലാലേട്ടൻ അനു റോസ്റ്റ് ഉണ്ടാക്കുകയാണ്. അനുവിനോട് എണീറ്റ് നിൽപ്പിച്ചു. എന്നിട്ട് അനുവിനോട് ചോദിക്കുന്നു, എന്താ അനു ഇത് എപ്പിടിച്ചതിനും മറ്റേതൊക്കെ കരച്ചിലും കാര്യങ്ങളും, എന്താണ് ഗിസയിലുമായിട്ട് എന്താ പ്രശ്നം? മുൻ സീസണിലൊക്കെ നമ്മൾ ആണുങ്ങൾ തമ്മിലാണ് എന്താണ് ഫിസിക്കൽ അസാൾട്ട് കാര്യങ്ങളൊക്കെ, ഉന്തലും തള്ളലൊക്കെ, ഇത് ലേഡീസ് തമ്മിലാണല്ലോ, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സംഭവം കഴിഞ്ഞ എപ്പിസോഡ് നടന്ന സംഭവം തന്നെയാണ്. അതിന് പോയിട്ട് ടിഷ്യൂ ഇട്ട് ഗിസേലിൻ്റെ ചുണ്ടിൽ പോയി തുടക്കലും, അതിനുശേഷം ഗിസേൽ ഉന്തലും, അതാണ് സംഭവം. എൻ്റെ കാഴ്ചപ്പാടിൽ രണ്ടുപേരുടെ അടുത്തും തെറ്റുണ്ട്. അനു ഒരിക്കലും അങ്ങനെ പോയിട്ട് ഒരാളെ അനുവാദമില്ല, ഒരാളെ ദേഹത്ത് പോയി സ്പർശിക്കാൻ പാടില്ല. അതിനുശേഷം ഗിസയിലും അങ്ങനെ പ്രതികരിക്കാൻ പാടില്ല. ഒരാളെ ഉന്തിയിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്, ഉന്തല് എവിടെയും പോയി ഇടിക്കുക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും അവസ്ഥ. അതുപോലെ തന്നെ അനു പോയിട്ട് തുടക്കുമ്പോൾ ഗിസലിന്റെ കണ്ണിലെ ഒറ്റ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഐറ്റം കളികളോട് യാതൊരു പ്രോത്സാഹനവും ഇല്ല. കഴിഞ്ഞ ദിവസം ഇതിനെക്കാട്ടും വലിയ പഞ്ച് നമ്മൾ കണ്ടാണ്. അതിനുശേഷം അയാളുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ കണ്ടാണ്. ഇരുന്ന് കരഞ്ഞു മൂങ്ങിയിരുന്നു. ആ ഒരു അവസ്ഥ ഈ സീസണിൽ ആർക്കും വരാതിരിക്കട്ടെ. നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ അനു പറയുന്നുണ്ട്, ലാലേട്ട ഇവരെല്ലാവരും കൂടി എന്നെ ആക്രമിക്കണം, ഇവിടെ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് അനു എന്നെ പഠിപ്പിക്കണ്ട, അത് ഇതിൻ്റെ ഈ ഒരു ഗെയിമിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ബിഗ് ബോസിന് നമുക്ക് പറയാൻ പറ്റുമോ ഇവിടെ ഗ്രൂപ്പ് കളിക്കരുതെന്ന്? ഒരിക്കലും പറയാൻ പറ്റില്ല. ഗ്രൂപ്പ് ഉണ്ടാവും, ഗ്രൂപ്പുള്ളവർ ഗ്രൂപ്പായിട്ട് കളിക്കും, ഗ്രൂപ്പ് ഇല്ലാത്തവർ ഗ്രൂപ്പ് അല്ലാതെ ഒറ്റയ്ക്ക് കളിക്കും. അനീഷിനെ പോലെ. ഷാനവാസൊക്കെ മുന്നേ ഗ്രൂപ്പില്ല, അഭിലാഷ് ഞങ്ങൾ ഗ്രൂപ്പിൽ ഒറ്റയ്ക്ക് കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഗ്രൂപ്പായി മാറിയിട്ടുണ്ട്. അത് വേറെ കഥ. ഫോർ ദ പീപ്പിളൊക്കെ ആയിട്ടുണ്ട്. അത് അക്ബർ അവിടെ പറയുന്നുണ്ട്. അക്ബറിന് അത് പറയാനുള്ള ഒരു അർഹതയില്ല. കാരണം അക്ബർ വന്നന്ന് മുതലേ അപ്പാനെറ്റ് ക്ലോസ് ആണ്, ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്താണ്, ഗ്രൂപ്പിലേക്ക് പങ്കുകളെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അക്ബർ. അതൊക്കെ അവരെ ഗെയിം. അത് അനു ഇവർ ഗ്രൂപ്പ് കളിക്കുന്നുണ്ട്, ലാലേട്ട ഇവരെന്നെ ഒറ്റയ്ക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കണ്ടേ, അത് അവരെ ഗെയിമല്ലേ? അതന്നെ അനു എന്നോടും പറയാനുള്ളത്, അത് അവരെ ഗെയിമാണ്, അതിനനുസരിച്ച് കളിക്കുക. അല്ലാതെ അവർ പറയുന്നതൊക്കെ പോയി ട്രിഗർ ആയിക്കോ, വേറെ രീതിയിലാവാം. ഇത് പോയിട്ട് കരയുക, പിഴിയുക. അപ്പോൾ അവർക്ക് അതിനുള്ള ഉത്തേജനം വീണ്ടും കൂടിയാണ്. അത് അനു മനസ്സിലാക്കണം. ഒന്നില്ലെങ്കിലും അനു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, 10-15 കൊല്ലമായി ഫീൽഡിലെത്തില്ല. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടെങ്കിലും ആ രീതിയിൽ കളിക്കാൻ ശ്രമിക്കുക ഇനിയെങ്കിലും. എന്നിട്ട് ലാലേട്ടൻ അപ്പാനിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ വീക്കിലെ ക്യാപ്റ്റൻ ആയിരുന്നില്ലേ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ അപ്പാനി കഴിഞ്ഞില്ലേന്ന്. അപ്പാനി ഒരുപാട് വട്ടം അതിനോട് ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനൊന്നും കേൾക്കുന്നില്ല.
നിങ്ങളാരായി പറയാനേ, എന്നോട് ബിഗ് ബോസ് പറയട്ടെ എന്ന്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എല്ലാതും വന്ന് ഇങ്ങനെ വളർത്തി തരൂല ബിഗ് ബോസ്. അതിനാണ് ക്യാപ്റ്റനെയും കാര്യങ്ങളൊക്കെ ഓരോ വീക്കിലും തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ്റെ വാക്കുകൾ ബിഗ് ബോസിൻ്റെ വാക്കുകളായി സ്വീകരിച്ചിട്ട് അതിന് വേണ്ടി പ്രവർത്തിക്കണം. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, അത് ക്യാപ്റ്റൻ്റെ വാക്കല്ല ലാലേട്ട, അത് അക്ബർ അടങ്ങിയ ഗ്രൂപ്പിൻ്റെ ആ ഒരു വാക്കാണ് നേരിട്ട് വന്ന് പറയുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ സ്വീകരിക്കലില്ല എന്നൊക്കെ. അപ്പോൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ലാലേട്ടൻ ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റിനോട് ചോദിച്ചു. ആരും കൈ പൊക്കിയില്ല. എന്ത് ശൈത്യ വരെ കൈ പൊക്കില്ല. ഞാൻ വെച്ചാൽ ശൈത്യ അനുവിൻ്റെ ഒപ്പം നിൽക്കുമെന്ന് കരുതി. ശൈത്യ വരെ കൈ പൊക്കിയില്ല. ശൈത്യ കഴിഞ്ഞിട്ട് ഇന്ന് പറഞ്ഞു, എന്താണ് കുക്കിംഗ് ടീമിൽ നിന്നും വെസൽ ടീമിലേക്ക് അനുവിനെ മാറ്റപ്പോൾ രാവിലെ മുതൽ അനു വെസൽ അത് ആ ജോലി ഏറ്റെടുത്തിട്ടില്ല, അത് ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. ശൈത്യ കറക്റ്റാണ് പറഞ്ഞത്. സപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് മാത്രം അനുവിന് സപ്പോർട്ട് ചെയ്യുള്ളൂ, അല്ലാത്തതും ഉണ്ടായിരിക്കും. അത് തന്നെയാണ് വേണ്ടത്. പറ്റില്ലെങ്കിൽ ഇവർ പറഞ്ഞ പോലെ ഈ അനുവിൻ്റെ പാവാടയും താങ്ങി മൂടും താങ്ങി നടക്കുന്ന മാതിരിയായിട്ടാണ് പ്രേക്ഷകർ തോന്നുക. ഇപ്പോൾ ശൈത്യ കാണിച്ച ആ നിലപാട് അതിനോട് യോജിക്കുന്നതല്ല. അങ്ങനെ തന്നെ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശൈത്യൻ്റെ ഗെയിമും മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ആ തുടക്കത്തിൽ ഒരു നിലപാടില്ലാത്തവൾ, അനുവിൻ്റെ പിന്നാലെ നടക്കുന്നവൾ, മിണ്ടാട്ടമില്ലാത്തവൾ, ഇവിടെ ഉണ്ടോയെന്നുള്ളതും അറിയാത്തവൾ എന്നുള്ള പല ടാഗ് ലൈനും കിട്ടിയ ശൈത്യ ഇപ്പോൾ ഓരോ വീക്ക് കൂടി വരുമ്പോഴും അവരുടെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്, അത് രീതിയിൽ കളിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പുതിയ കളിക്കാർ മുന്നോട്ട് വരുമ്പോഴാണ് ബിഗ് ബോസ് സീസൺ 7 കുറച്ചും കൂടി എന്താ പറയുക ഒരു പവർ കിട്ടുള്ളൂ. കഴിഞ്ഞ സീസണിനെ വെച്ച് നോക്കുമ്പോൾ ഈ സീസൺ എത്രയോ മെച്ചപ്പെട്ട. കഴിഞ്ഞ സീസണിൽ മരവായകളായിരുന്നു. ഈ സീസൺ തുടങ്ങിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. പക്ഷേ ഞാനിപ്പോൾ തിരിച്ചു പറയുന്നു, ഈ സീസൺ അടിപൊളിയായി വരുന്നുണ്ട്. പിന്നെ ലാലേട്ടന് നമ്മുടെ നിവിനെ വിളിച്ച് എണീപ്പിക്കുന്നുണ്ട്. കാര്യം എന്താ നമുക്കറിയാലോ, നിവിൻ്റെ ഇറങ്ങിപ്പോക്ക്. ലാലേട്ടൻ പറയുന്നുണ്ട്, ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞ് താൻ പുറത്ത് പോയിട്ട് പിന്നെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടാണ് കയറ്റി വിട്ടത്. ഇനി അങ്ങനെ ആർക്കെങ്കിലും പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ച് പുറത്താക്കും, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അല്ലാതെ ഇനി പുറത്താക്കി കഴിഞ്ഞാൽ മുടി വെട്ടിയിട്ട് ഷേവ് ചെയ്തിട്ടൊന്നും കയറ്റിവില്ല, തല വെട്ടി പുറത്താക്കുമെന്ന്. കാരണം നിവിന് പുറത്ത് പോയിട്ട് മുടിയൊക്കെ വെട്ടിയൊന്ന് ചുന്ദരനായിട്ടാണ് വന്നിട്ടുള്ളത്. സംഭവത്തിൽ ബിഗ് ബോസിൻ്റെ കളി തന്നെയായിരിക്കും. ഈ നിവിൻ്റെ ഇറങ്ങിപ്പോക്കുള്ള എപ്പിസോഡ് അത്യാവശ്യം അവർക്ക് ഹൈപ്പ് കിട്ടിയിട്ടുണ്ട്, നല്ലൊരു കണ്ടന്റും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ബിഗ് ബോസിൻ്റെ ഒരു കളി തന്നെയാണ് നിവിനെ പുറത്താക്കി ഉള്ളത് കയറ്റുക. കാരണം നിവിനെ ഒരിക്കലും പുറത്താക്കൂല. നിവിൻ പക്ക എൻ്റർടൈനറാണ് ഈ സീസണിലെ. വെറുതെ നിവിൻ ഒരു കാരണമില്ലാതെ പുറത്താക്കി കഴിഞ്ഞാൽ എന്തിനാ വെറുതെ ആ എൻ്റർടൈൻമെൻറ്റ് കാരണം കളയണ്. അതുകൊണ്ട് ബിഗ് ബോസ് പ്രേക്ഷകരെ പൊട്ടനാക്കണ്ട, ബിഗ് ബോസിൻ്റെ കളി തന്നെയാണത്. പിന്നെ നിവിന് സ്വാഭാവികമായിട്ടും പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഇവനൊക്കെ കണ്ടാണല്ലോ, റോക്കി ബായിനൊക്കെ കഴിഞ്ഞ സീസണിൽ കണ്ടാണല്ലോ, അതിൽ ഭയങ്കര പശ്ചാത്താപിച്ചിട്ട് എത്ര മാപ്പാണ് പറഞ്ഞ് കരഞ്ഞു മെഴുകിയെന്നില്ലേന്നാ. അതേയല്ല ആർക്കായാലും കുറച്ച് ദിവസം ആ ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങുമ്പോൾ ആ ഫെയിമും ആ ഒരു വല്ലാത്ത ലോകം മിസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു മിസ്സിങ് ഉണ്ടാവും. അതന്നെ പുറത്തിറങ്ങിയപ്പോൾ നിവിൻ പറഞ്ഞിട്ടുണ്ടാവും. ഒരുപാട് സോറി പറഞ്ഞാൽ ലാലേട്ടൻ പറഞ്ഞത്, അതുകൊണ്ടാണ് തിരിച്ച് കയറ്റിയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ലാലേട്ടൻ രേണുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, രേണു നിങ്ങൾക്ക് പോകണമെന്ന്. അപ്പോൾ രേണു വേണ്ട ലാലേട്ട എനിക്ക് പോകണ്ടാന്ന്. പിന്നെ എന്തിനാണ് രേണു ഉള്ള ക്യാമറയിൽ മുൻക പോയിട്ടിരുന്നത്, എനിക്ക് പോകണം ലാലേട്ട, എനിക്ക് പോകണം ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞത് പ്രേക്ഷകരെ പൊട്ടനാക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഈ പോകണമെന്ന് പറഞ്ഞവരെ കണ്ടെടുത്ത് വലിച്ചിരണം. എന്നിട്ട് പുതിയ വൈൽഡ് കാർഡ് എൻട്രീസിനെ കൊണ്ടുവരണം. എന്തിനാണ് വെറുതെ ഇവരെ പിടിച്ചു കയറ്റിയിരുന്നത്? ഈ രേണുവിനൊക്കെ എടുത്ത് ഒഴിവാക്കുന്ന ടൈം കഴിഞ്ഞിരിക്കണേ. അവർ എന്ത് കണ്ടന്റാണ് ഈ സീസണിൽ തന്നിട്ടുള്ളത്? കുറേ സൈഡിൽ അവിടെ കെടുക്കും ഇവിടെ കെടുക്കും. അവർക്കൊന്നും പറ്റിയതല്ല ഈ ബിഗ് ബോസ് എന്നുള്ളത് അവർ തെളിയിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി എത്ര മോട്ടിവേഷൻ ബിഗ് ബോസ് നടത്തിയിട്ടും കാര്യമില്ല, രേണുവൊക്കെ ഇനി ആ ലെവലിൽ എത്തുന്നു എനിക്കൊരിക്കലും തോന്നുന്നില്ല. അപ്പോൾ അടുത്ത് തന്നെ പോകാൻ സാധ്യത ഉണ്ട്. എന്നിട്ട് ലാലേട്ടൻ അക്ബറിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അക്ബറെ മറ്റുള്ള സ്ത്രീകളൊക്കെ ഈ ബിഗ് ബോസിലുണ്ട്, താരെന്താണ് അനുവിനെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യണേ? ഇതിങ്ങനെ ഒരുപാട് കാണുമ്പോൾ ആദ്യമൊക്കെ രസം ഉണ്ടാവും, പിന്നെ ഒരുപാട് കാണുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു അരോചകമായിട്ട് തോന്നും. സത്യമാണത്, എനിക്ക് അരോചകമായി തോന്നി തുടങ്ങി. എന്നെപ്പോലെ പല പ്രേക്ഷകർക്കും അത് തോന്നിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരേ ഒരു സംഭവം തന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മാറ്റങ്ങൾ വേണ്ട മിസ്റ്റർ അക്ബർ. വേറെ എത്രയോ ആളുകളുണ്ട്. ആ രണനൊക്കെ എടുത്ത് ടാർഗറ്റ് ചെയ്യാൻ നോക്ക്. അവളൊക്കെ നല്ല സേഫായിട്ട് എൻ്റെ വാലും മൂടും താങ്ങി വരുന്നുണ്ടല്ലോ. ശരിക്ക് രണയൊക്കെയാണ് അക്ബറിൻ്റെ ഒക്കെ മൂട് താങ്ങി വരുന്നത്, അല്ലാതെ ശൈത്യമൊന്നല്ല. ശൈത്യമൊക്കെ പറയേണ്ട സ്ഥലത്ത് അവളുടെ ന്യായമായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. രണ അങ്ങനല്ല. രണൊക്കെ ഉപയോഗിച്ച വാക്കുകൾ ചൈനീസ് ഭാഷയിൽ അനുവിനൊരു ബാഡ് വേർഡ് യൂസ് ചെയ്യുകയുണ്ടായി. അത് ബിഗ് ബോസ് എപ്പിസോഡിൽ മ്യൂട്ട് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതൊരു തെറിവാക്കല്ലായിരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബിഗ് ബോസ് അത് മ്യൂട്ട് ചെയ്തു? അത് ലാലേട്ടൻ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ് പ്രാങ്ക് ചെയ്താണ്, അങ്ങനെ ഒരു അർത്ഥമില്ല, അങ്ങനെ ഒരു വാക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അതിന് തക്കതായ വാക്കുണ്ട്, വളരെ മോശപ്പെട്ട വാക്കാണത്. പക്ഷെ എന്തുകൊണ്ടത്
ബാക്കിയുള്ളവർ അത് അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞ് അർത്ഥം ഇല്ലെങ്കിൽ ബിഗ് ബോസ് അത് മ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പം ഇതുപോലുള്ള ചീവീട് രണന്റെ സംസാരത്തെ ഞാൻ അതാ പറയുള്ളൂ. ചീവീട് കണക്കാൻ ചെവി പൊത്തിപ്പോകും, ഹെഡ്സെറ്റ് ഒന്നും വെച്ച് കേൾക്കാൻ പറ്റില്ല. ആ ഐറ്റത്തിനൊക്കെ എടുത്തു ഒഴിവാക്കുക ബിഗ് ബോസ്. അപ്പം അക്ബർ പറയുന്നുണ്ട്, എൻ്റെ ഫാമിലിയിൽ അവള് വിളിച്ചു ശപിച്ചു, എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ, എൻ്റെ നീ കല്യാണം നടക്കാൻ പോകുന്നുണ്ട്, എൻ്റെ പെണ്ണിനെ ഞങ്ങൾ തെറ്റിപ്പിക്കും, നീ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ പെണ്ണുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അത് നമ്മൾ കണ്ടിട്ടില്ല. അത് ശപിക്കണ ഒരു സീന് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അനു ആ ദേഷ്യം വന്നപ്പോഴും ആ ഒരു ഫ്രസ്ട്രേഷൻ ലെവലിൽ പറഞ്ഞായിരുന്നു അത് അനു പറയാൻ പാടില്ല എന്ന് കരുതിയിട്ട് ഒരാളെന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യല്ല അക്ബറേ. നിന്റെ പഴയ ശത്രു ഷാനവാസ് ഉണ്ടല്ലോ, ആ ലെവലിൽ ഒരു പാട്ടുകാരനാന്ന് കരുതിയിട്ട് വെറുതെ ഊള പാരഡി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോയിട്ട് അനുവിൻ്റെ മൂട്ടിൽ ഇങ്ങനെ പോയിട്ട് അതിങ്ങനെ ഓതി കൊടുത്തിട്ട് കാര്യമില്ല. സംഭവം ആ തുടക്കത്തിലൊക്കെ രസമുണ്ടായിരുന്നു. വീണ്ടും പ്രേക്ഷകർക്ക് മടുത്തു വരുന്നുണ്ട്. അക്ബർ മാറ്റി കളിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സത്യം പറയാല്ല, ഈ അക്ബർ, ആര്യന്, രണ, അതേമാതിരി അപ്പാനി, ഇവരുടെ ഈ ഗ്രൂപ്പ് എനിക്ക് യാതൊരു താല്പര്യമില്ല. ഒരുമാതിരി ഒരു വൃത്തികെട്ട ഗ്രൂപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് അതിലുള്ള രണക്ക നല്ല താപ്പ് നോക്കി നിൽക്കുകയാണ്. വെറുതെ പോയിട്ടാണ് രണന്റെ കളികളോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പില്ല. ഇപ്പൊ എന്തുകൊണ്ടോ നമ്മുടെ അനീഷിന് അങ്ങനെ ഒരു കണ്ടന്റ് മേക്കറായിട്ട് ബിഗ് ബോസ് അവതരിപ്പിക്കുന്നില്ല. അതായത് ലൈവിൽ ഞാൻ ലൈവ് അങ്ങനെ കാണാറില്ല, ജോലിയുടെ തിരക്കും കാര്യങ്ങളും കൊണ്ട്. ലൈവ് കാണുന്നവർക്ക് എന്തോ അറിയുമെന്ന് എനിക്കറിയില്ല. മെയിൻ എപ്പിസോഡിൽ അങ്ങനെ നമ്മുടെ അനീഷിൻ്റെ കണ്ടന്റുകൾ കുറച്ച് ദിവസമായിട്ട് ഇല്ല. അത് ബിഗ് ബോസിൻ്റെ എഡിറ്റിംഗ് ടീം മനഃപൂർവ്വം കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണോ അതോ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അനു ആണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അനുവിന് കണ്ടന്റ് കൊടുക്കുന്നത് ആരാ? ഈ പൊട്ടന്മാരായ അക്ബറും അപ്പാനിയും രേനയൊക്കെ കൂടിയാണ് കൊടുക്കുന്നത്. ഈ പൊട്ടന്മാർക്ക് മനസ്സിലാകുന്നില്ലല്ലോ, ഇവർക്ക് നെഗറ്റീവും ഈ അനുവിന് പോസിറ്റീവാണ്. അനുവാണ് ഫുള്ള് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ പൊട്ടന്മാർ മനസ്സിലാക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് പൊട്ടൻ അക്ബറെ പറയുന്നത് കളി മാറ്റിക്കളി. എന്നിട്ട് നെവിൻ ഇറങ്ങിപ്പോയ സംഭവത്തെ പറ്റി നെവിൻ തന്നെ പറയുന്നുണ്ട്, ലാലേട്ട ഞാൻ അപ്പത്തെ ഒരു ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ബിഗ് ബോസ് പെട്ടെന്ന് ഡോറ് തുറന്ന് എൻ്റെ അടുത്ത് വലിച്ചിടുന്നുള്ളതെന്ന്. സംഭവം അങ്ങനെ സംഭവിച്ചേ അല്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നില്ല, ആ ലെവലിൽ പറഞ്ഞു പോയതാണ്. പക്ഷെ ബിഗ് ബോസ് എന്ത് ചെയ്ത് അതൊരു കണ്ടന്റ് ആക്കി. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിധത്തിൽ അവൻ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് പ്രോമോ കൊടുത്തു കഴിഞ്ഞാൽ കുറെ വ്യൂവർഷിപ്പ് ആ എപ്പിസോഡിന് കിട്ടുമല്ലോ. അതാണ് സംഭവം ഉണ്ടായത്. അല്ല ബിഗ് ബോസ് ഇവനെടുത്ത് പുറത്ത് കിടക്കാമെന്ന് വിചാരിച്ചിട്ടില്ല. ആ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ചോദിച്ചു, തനിക്ക് പോകണോ, ഡോറ് തോന്നുന്നുണ്ട് ഇറങ്ങിപ്പോന്ന്. അവനുണ്ട്. അപ്പോൾ അവൻ ഇറങ്ങി പോവില്ലായിരുന്നു. അവിടെയാണ് നമ്മുടെ ആദിലയും നൂറയും കളിച്ച് നന്നായി ട്രിഗർ ചെയ്ത് അവൻ ഇറങ്ങിപ്പോയി. അതാണ് ഉണ്ടായത്. അവൻ പറയുന്നുണ്ട്, ഇനി ഞാൻ ബിഗ് ബോസ് പുറത്താക്കിയാലും ഞാൻ പോകില്ല, ഞാൻ എൻ്റെ മാക്സിമം ഇവിടെ നിൽക്കാൻ നോക്കുന്നു. പിന്നെയാണ് നമ്മുടെ അനുവിൻ്റെ ഒരു കിറ്റ് മോഷണം പോയല്ലോ, അതുകൊണ്ട് അനുവിന് കുളിക്കാൻ പറ്റിയിട്ടില്ല ഇന്നലെ എന്നൊക്കെ അനു പറയുന്നുണ്ടായി. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും കണ്ടതാണ്. എന്നിട്ട് ആര്യനോടൊക്കെ ചോദിക്കുന്നുണ്ട്, ഉറങ്ങിക്കിടക്കുന്ന ആര്യനെ വിളിച്ചുകൊണ്ട് നീ എടുത്തോ ആര്യൻ ഞാൻ എടുത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ അനുവിൻ്റെ ബെഡിൽ അത് വന്ന് കിടന്നത്രേ. അപ്പോൾ ശൈത്യ കണ്ടത്രേ അത് ആര്യം കൊടുത്തിരുന്നത്. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, ആര്യ നീ എടുത്തിരുന്നു? അപ്പോൾ ആര്യം പറഞ്ഞു, ഞാൻ എടുത്തു ലാലേട്ടാ, എൻ്റെ ഡ്രസ്സൊക്കെ ഇവള് വേസ്റ്റ് ബെന്നിൽ കൊണ്ടുപോയിട്ടു, അതുകൊണ്ട് ഞാൻ എടുത്താണ്. എന്ത് തെണ്ടിത്തരല്ല പൊട്ടം കാണിക്കുന്നത്. ഒരാളെ പേഴ്സണൽ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുക. പക്ഷെ അവരെ നിത്യോപയോഗ സാധനങ്ങളാകുമ്പോൾ അതിലൊരു കൺസിഡറേഷൻ കൊടുക്കണ്ടേ? ആ ഒരു കുട്ടിക്ക് കുളിക്കാൻ പറ്റിയില്ല, പാവം. എന്നും കുളിച്ച് ആ ഒരു സൗന്ദര്യം നിലനിർത്തുന്ന അനുവിന് എത്രത്തോളം വിഷമം ഉണ്ടാവും അത്. എന്നിട്ട് നമ്മുടെ ആദിലയും നൂറയും ആണ് അത് കൊടുത്തത്. എന്നിട്ട് അവരെ ഷെയർ കൊണ്ടാണ് അതൊന്ന് കുളിച്ചൊന്ന് മെനകെട്ടല്ല ഒന്ന് മെനയായിട്ട് പോകുന്നത്. എന്തുകൊണ്ട് ആര്യൻ അത് ആലോചിച്ചില്ല? ഈ ചെറിയ കാര്യങ്ങൾ തന്നെയല്ലേ ബിഗ് ബോസിൽ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഈ ലോകത്തിന്റെ കാര്യങ്ങളൊന്നും ബിഗ് ബോസിൽ ഉണ്ടാവില്ലല്ലേ. ഈ സോപ്പ് കക്കലും മറ്റത് കക്കലും ഒക്കെ തന്നെയല്ലേ വലിയ വിഷയങ്ങളാവുക. അതുപോലെ തന്നെ ഒരു ചെറിയ വിഷയമായിരുന്നത്. എന്നിട്ട് നമ്മുടെ ലാലേട്ടൻ നമ്മുടെ ആര്യനെ ഒന്ന് പൊരിക്കുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പൊരിച്ച് ആര്യനെ പൊരിക്കൽ ലാലേട്ടൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ലാലേട്ടന് തീരെ ഇഷ്ടപ്പെടാത്തൊരു മത്സരാർത്ഥി നമ്മുടെ ആര്യനാണെന്ന് തന്നെ പറയാൻ പറ്റും. അത് ലാലേട്ടനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് ആരോടും ഒരു എതിർപ്പും ആരോടൊരു പ്രത്യേക സ്നേഹം ഇല്ലാന്ന് ലാലേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ആദ്യം തന്നെ മനസ്സിലാക്കാൻ ലാലേട്ടനെ ശരിക്കും സത്യമായിട്ടൊരു ദേഷ്യം ആര്യനോടുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനുണ്ടാവും. ആ രീതിയിലാണ് ലാലേട്ടൻ ഇവൻ ഊക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടില്ലേ, ആ മൊട്ട ഹെൽമെറ്റ് ഇട്ട സമയത്ത് തന്നെ ലാലേട്ട ഇത് ഉറങ്ങുമ്പോൾ ഇടണോ, ലാലേട്ട ഇത് കുളിക്കുമ്പോൾ ഇടണോ,
ഇത് ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇടണോ, മുടി വാനുമ്പോൾ എടുത്ത് ഒഴിവാക്കണേ, എന്തൊക്കെ ആയിട്ട് ചോദിക്കണേ. ഏത് ചോറ് തിന്നണോ എനിക്കും അറിയില്ല. ഇവൻ ലാലേട്ടൻ ഊക്കിയതാന്ന്. കഴിഞ്ഞ സീസണിലായി ലാലേട്ടൻ അങ്ങനെ വലിയ രീതിയിൽ പറഞ്ഞില്ല, പക്ഷെ ലാലേട്ടൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നിട്ടുണ്ടാവും. കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ടാവേ ആര്യൻ്റെ ആ ഒരു ഇത് ലെവല്, ആ ഒരു ടൈപ്പ് കളി വലിയ രസമില്ല, ലാലേട്ടൻ ആക്കിയാന്ന് ലാലേട്ടനക്ക് ചെറുതായിട്ട് ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവും. ആ ലാലേട്ടൻ ആ വിഷയം ഇന്നും എടുത്തിട്ട് മോളെ എൻ്റെ കളികൾ വലിയ രസമായിട്ട് തോന്നുന്നില്ല, നിനക്ക് ബിഗ് ബോസിനോടും ബിഗ് ബോസിലെ കളികളോടും ഒക്കെ ഒരു പുച്ഛം അല്ലേ. നിങ്ങളും കണ്ടിട്ടുണ്ടാവും എല്ലാ കാര്യത്തിനും ഇവനക്കൊരു പുച്ഛമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ സംഭവം 10-23 വയസ്സുള്ള അതിൻ്റെ പക്വതായിരിക്കും. പക്ഷേ ബിഗ് ബോസിൽ എല്ലാവരും സമമാണ്. അവിടെ വയസ്സില്ല, അവരെ പ്രൊഫഷൻ ഇല്ല, ഒന്നുമില്ല. അവർ ഏത് സീസണാണ് ആ സീസണിലെ മത്സരാർത്ഥികളാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ വയസ്സിൻ്റെ കാര്യത്തിലൊന്നും ഈ വക കാര്യങ്ങളൊന്നും ഒഴിച്ചു വിടാൻ പറ്റൂല. അതുകൊണ്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, മോനെ ഞാനത് ഏഴാമത്തെ സീസണിലാണ്, ഞാൻ ഒരുപാട് കളി കണ്ടതാണ്. എനിക്ക് നിങ്ങളുടെ ഓരോ മൂവ്മെന്റ് ഏതിനാണെന്നൊക്കെ എനിക്കറിയാൻ പറ്റും. അതുകൊണ്ട് എനിക്കിട്ട് ഉണ്ടാക്കണ്ട, ധൈര്യം ഉണ്ടെങ്കിൽ എന്നിട്ട് കളിച്ചോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ധൈര്യം ഉണ്ടെങ്കിൽ കണ്ട് ലാലേട്ടൻ നന്നായിട്ടത് പൊട്ടുണ്ട്. ഇതിനിടയിൽ ഞാനൊരു ലൈവ് കണ്ടിരുന്നു, ആര്യനും നമ്മുടെ അപ്പാനിയും തമ്മിൽ ഭക്ഷണം കഴിക്കുന്നതില്ലേ. അപ്പോൾ അതിൽ ആര്യം പറയുന്നുണ്ട്, ലാലേട്ടൻ പാർഷ്യാലിറ്റി കാണിച്ചു, എന്നെ നേരിട്ട് എവിക്ഷനിലേക്ക് ഇട്ടു, ഞാൻ എന്ത് ചെയ്തിട്ടാണ്, മറ്റുള്ള വേറെ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നെ ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നു എന്നൊക്കെ. അപ്പൊ അപ്പാനി പറയുന്നുണ്ട്, ലാലേട്ടൻ്റെ ഫാൻസിനെ പറ്റൊന്നും ഇങ്ങനെ പറയല്ലേടാ, ലാലേട്ടൻ്റെ ഫാൻസിന് പറ്റൂല എന്നൊക്കെ. അപ്പോൾ ആര്യം ഇങ്ങനെ നോക്കുന്നുണ്ട്, പടച്ചോനെ കുടുങ്ങിയ ആരും പറയാം. പിന്നെ ലാലേട്ടൻ ആരാ പറഞ്ഞു, എനിക്ക് ലാലേട്ടൻ ഏറ്റവും ഫേവറേറ്റ് ആക്ടർ അല്ലേ, പിന്നെ ലാലേട്ടൻ്റെ ഫാൻസ് ഇങ്ങനെ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കാന്നാ. പൊന്നാര മോനെ, ലാലേട്ടൻ്റെ ഫാൻസ് വിചാരിച്ചാൽ മതി, നിനക്ക് ഈ എപ്പിസോഡ് മുഴുമിപ്പിക്കാൻ പറ്റൂല. അതായത് ആ വീക്ക് മുഴുമിപ്പിക്കാൻ പറ്റില്ല. വെറുതെ ലാലേട്ടൻ കിട്ട് കൊട്ടാൻ നിൽക്കണ്ട. അത് ഓൾറെഡി നിനക്ക് അതൊരു ആപത്തായി മാറിയിട്ടുണ്ട്. ഇനി അതിനെ തരണം ചെയ്യാൻ നോക്ക്. നമ്മുടെ അനീഷ് പ്രത്യേകം പറയുന്നുണ്ട്, ഈ ആര്യന് ബിഗ് ബോസ് സീസണിൽ വന്നിട്ട് നല്ലൊരു കാര്യം ചെയ്തിട്ടില്ല, എല്ലാം നെഗറ്റീവാണ്, എല്ലാത്തിനും പുച്ഛമാണ്. എന്തിന് ശൈത്യയുടെ ആ ഒരു കഥ സ്റ്റോറി പറഞ്ഞ സമയത്ത് കരയേണ്ടോടത്ത് ചിരിക്കുക, ഓപ്പോസിറ്റ് റിയാക്ഷൻ കൊടുക്കുക, ആ രീതിയിലാണ് ആര്യൻ്റെ കളി എന്ന് പറയുമ്പോൾ ഷാനവാസ് അവിടെ നന്നായിട്ട് കൈ കൊട്ടുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഷാനവാസും ആരും തമ്മിൽ ചെറുതായിട്ടൊന്ന് കൈ ഓർത്തിരുന്നു. പൊട്ടാന്ന് ഷാനവാസിനെ വിളിച്ചു. ഷാനവാസ് പറഞ്ഞു അതിൻ്റെ തന്തയോട് പറയും, തന്തയെ പോയി വിളിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രകോപനത്തിലായിരിക്കും ഷാനവാസ് നന്നായിട്ട് നമ്മുടെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞെന്താ, മോനെ ധൈര്യമുണ്ടെങ്കിൽ എനിക്കെതിരെ കളിച്ചോ, എനിക്ക് പ്രശ്നമില്ല. ലാലേട്ടനെതിരെ അവൻ ഒരിക്കലും കളിക്കാൻ പോകുന്നില്ല, കളിച്ചാൽ തന്നെ ഞങ്ങളെടുത്ത് പുറത്താക്കും, അതാ പറഞ്ഞത്. നീ വേണമെങ്കിൽ കളിച്ചോ, കുഴപ്പമില്ല, അത് നിനക്കെന്നെ ഇരിക്കും, പ്രേക്ഷകർ തീരുമാനിക്കും, പ്രേക്ഷകർ തീരുമാനിച്ചാൽ നമ്മളെടുത്ത് പുറത്താക്കും, സോ സിമ്പിൾ എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആര്യം പറയുന്നത്, അല്ലല്ല ലാലേട്ടൻ ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചില്ല. എന്ത് വിചാരിച്ചില്ല എന്ന്, എല്ലാവരും ചോറാണ് മിസ്റ്റർ ആര്യം കഴിക്കുന്നത്. ഓക്കെ, കുന്നംകുളം രൺബീർ കപൂറാണ്, കുന്നംകുളം രൺബീർ കപൂർ. എന്നിട്ട് അതിനിടയിൽ ലാലേട്ടൻ നമ്മുടെ അനുവിനെയും ഗിസൈലിനൊക്കെ വിളിച്ചിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ബാഡ്ജ്, അതായത് അനു ഗിസൈലിൻ്റെ ബാഡ്ജും അതായത് ഗിസൈല് അനുവിൻ്റെ ബാഡ്ജും ഈ വീക്ക് മുഴുവൻ ഉപയോഗിക്കണം. അതുപോലെ തന്നെ രണ്ടുപേരും ഒരുമിച്ച് ഒരു 2 മണിക്കൂർ ജയിലിനുള്ളിൽ വസിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് ഒന്നിക്കൂ എന്നാണ് ലാലേട്ടൻ പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇവര് ഒന്നിക്കുന്നു, അത്രമാത്രം രണ്ടാളുടെ മനസ്സിലും ഈഗോ കടന്നുകൂടി. ഓക്കെ, പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ ലാലേട്ടൻ ചർച്ച ചെയ്യേണ്ട വേറൊരു കാര്യം ഉണ്ടായിരുന്നു. അനുവിന്റെ പ്രൊഫഷനെ പറ്റിയിട്ട് കളിയാക്കിയിട്ട് നമ്മുടെ അക്ബർ, അപ്പാനി, രന, ഗിസൈല് രാത്രി ഒരു സംഭാഷണം ഉണ്ടായി. അത് ലാലേട്ടൻ പൊളിച്ചടക്കണമായിരുന്നു. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പാനിയൊക്കെ പറയുന്നുണ്ട്, ഇവൾ എന്ത് നടി, ഏത് സിനിമയിലാണ്, ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, ഒരു ചെറിയ ചെറിയ സീരിയലിലൊക്കെ അഭിനയിച്ചെന്ന്. ചെറിയ ചെറിയ സീരിയലിൽ അഭിനയിക്കുന്നവരെന്താ ആക്ടേഴ്സ് അല്ലേ. അപ്പാനി പറയുന്നുണ്ട്, ഞാനൊക്കെ 25 സിനിമയിൽ അഭിനയിച്ചു. എന്ത് അഹങ്കാരത്തോടെയാണ് അവനൊക്കെ പറയുന്നത്. അക്ബർ മറ്റേ സൈഡിൽ നിന്നുള്ളത്, ഇവളൊക്കെ ആക്ട്രസ് എന്ന് വിളിക്കുന്നത് മറ്റുള്ള ആക്ട്രസിന് അപമാനമാണെന്നൊക്കെ പറയുന്നത്. ഒരിക്കലും അത് അനുവദിക്കാൻ പറ്റില്ല. ഒരാളുടെ പ്രൊഫഷനെ ഇങ്ങനെ വലിച്ചു കീറി ഒട്ടിക്കാൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. ബിഗ് ബോസിൽ നിന്നല്ല, പുറത്തും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ലാലേട്ടൻ എടുത്തിടേണ്ട വിഷയമായിരുന്നു. എനിക്ക് തോന്നുന്നു നാളത്തേക്ക് മാറ്റി വെച്ചതാണെന്ന് കരുതുന്നു. അത് എല്ലാന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ അടുത്ത് വന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ കരുതും. എങ്ങനെയായാലും അത്
ഒന്ന് ചർച്ച ചെയ്യേണ്ടതാണ് ലാലേട്ട. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. പിന്നെ അവസാനം ലാലേട്ടൻ ഗിസൈലിനോട് ചോദിക്കുന്നുണ്ട് ഗിസൈൽ എങ്ങനെയുണ്ട്, ഹാപ്പി ആയോ എന്ന്. അപ്പൊ ഗിസൈൽ പറയുന്നുണ്ട് ലാലേട്ട എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടി, എന്റെ ഡ്രസ്സ് കിട്ടിയില്ല, എന്റെ വെട്ടി കൊണ്ടുപോയി എന്നൊക്കെ. അതിനിടയിൽ പിന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പാനി സ്റ്റോർ റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പാനി സ്റ്റോർ റൂമിൽ നിന്ന് വരുന്നുണ്ട്, ഗിസൈലിന്റെ ഡ്രസ്സ് സെറ്റ് വരുന്നുണ്ട്, അതായത് ബാഗറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ലാലേട്ടൻ പറയുന്നു അനുവിനോട് എടുത്ത് ഗിസൈലിന് കൊടുക്കാൻ. അപ്പൊ അനു എടുത്ത് ഗിസൈലിന് കൊടുക്കുന്നു, എന്നോട് താങ്ക്സ് പറയുന്നു. അങ്ങനെ സംഭവം ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അത്രയേ ഉള്ളൂ ഈ എപ്പിസോഡ്. ലാലേട്ടൻ ചെറുതായിട്ട് നല്ല രീതിയിൽ പൊരിച്ചിട്ടുണ്ട് ഈ എപ്പിസോഡ്. ഈ ഒരു ലെവലിൽ ലാലേട്ടൻ പോയാൽ മതി. ഇടയ്ക്ക് ലാലേട്ടൻ മോനെ ചക്കരെ ആ ലെവലിൽ ലാലേട്ടൻ്റെ ആങ്കറിങ് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. പറയേണ്ടടുത്ത് പറഞ്ഞും മുണ്ടക്കൽ ശേഖരനായും നീലകണ്ഠനായൊക്കെ ഈ ലെവലിൽ ലാലേട്ടൻ വരുമ്പോഴാണ് ഞങ്ങളെപ്പോലുള്ള പ്രേക്ഷകർക്ക് ഒരു ഹരം ലാലേട്ട. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒക്കെ ഇനിയും ഡെയിലി വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷെ ഇതിനിടയിൽ ജോലി തിരക്കും മറ്റുള്ള പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടൊന്നും വീഡിയോ ചെയ്യാൻ സാധിക്കുന്നില്ല. അതാണ് ഡെയിലി എപ്പിസോഡ് ചെയ്യാൻ സാധിക്കാത്തത്. എനിക്ക് നന്നായിട്ട് ആഗ്രഹമുണ്ട് ഇതുപോലെ വീഡിയോ ചെയ്യണമെന്ന്, പക്ഷെ സാധിക്കാറില്ല. ഇനിയെങ്കിലും സാധിക്കട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ പ്രാർത്ഥിക്കുന്നു, ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ബൈ.